ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആലുവ കുന്നുകരയുടെ അടുത്തുള്ള ഒരു മനോഹരമായ ജമന്തിത്തോട്ടത്തിലേക്കാണ്. 3 കൂട്ടുകാരുടെ സൗഹൃദത്തിന്റെ ഫലമായി നല്ല മനോഹരമായി തന്നെ തയ്യാറാക്കിയേക്കുന്ന ഒരു ജമന്തിത്തോട്ടമാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു. നമുക്ക് കാണാം. ചേട്ടാ, ഈ സ്ഥലത്തിന്റെ പേരെന്താണ് കറക്റ്റ്? ഇത് വയൽക്കര. കുന്നുകരയാണ് ശരിക്കും. കുന്നുകരൻ ഇതാണ് വയൽക്കര. ചേട്ടന്റെ പേര്? എന്റെ പേര് പരീത്. പരീത്. ഞങ്ങള് 3 പേരുണ്ട്. 3 പേര്. ആരൊക്കെയാണ്? വേറെ ഒരു പരീത് ഉണ്ട്, പിന്നെ ഒരു സുനീർ ഉണ്ട്. സുനീറാണ് മെയിൻ ആയിട്ട് ഇതില് ഇതുള്ളത്. അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ ഇത് വന്ന് ഞങ്ങള് 3 ആളും കൂടി പണി ചെയ്യുന്നു. പിന്നെ ഒന്ന് ഈ സഹായത്തിന് വേറെ ആൾക്കാരൊക്കെ നിർത്തി പണിയിപ്പിച്ചു ഇത്രയൊക്കെ ആക്കിയിട്ടു. ഈ ഒരു ജമന്തിയുടെ ഇതിലേക്ക് വരാനുള്ള പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. വേറെ പച്ചക്കറികളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ അതിന്റെ അപ്പുറത്താണ് അത്. അപ്പൊ ഇത്തവണ അത് പച്ചക്കറിയൊക്കെ ആ വെള്ളത്തിന് മഴ പെയ്തൊക്കെ നശിച്ചു പോയായിരുന്നു. പിന്നെ ഇത് അങ്ങനെ കൃഷി ഓഫീസർ മുഖേന അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇതാക്കി അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. ഈ കൃഷി ഓഫീസറൊക്കെ എങ്ങനെയാണ്? കൃഷി ഓഫീസർ നല്ല സഹകരണമാണ്, കുഴപ്പമില്ല. എന്തോരം ഉണ്ടാവും നോക്കി? ഇത് ഞങ്ങൾ 3500 തൈയോളം വാങ്ങിച്ചതാണ്. പിന്നെ മലവെള്ളമൊക്കെ വന്ന് മഴയൊക്കെ പെയ്ത് കുറെയൊക്കെ പോയി. കുറച്ച് നേരത്തെ പോയി. ഇപ്രാവശ്യത്തെ അത്തത്തിന് നമുക്ക് കിട്ടാൻ. ഇപ്പൊ നിങ്ങള് നേരെ കടയിലേക്കാ അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ്? ഞങ്ങള് കടയിലേക്ക് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് മുതലാവാത്ത വില പറഞ്ഞിട്ടിരിക്കണല്ലേ. നമ്മള് ഇത് പറിച്ച് ആരെങ്കിലും 2 പിള്ളേരെ പാതാളത്തേക്ക് കലൂര നാളെ തൊട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുക എന്നൊരു വിശ്വാസം. അതൊക്കെ നടക്കും. അതെ, നടക്കട്ടെ. എന്തോരം സ്ഥലം? ഇത് 1 ഏക്കറിന്റെ അടുത്തുണ്ട്. 1 ഏക്കറിന്റെ അടുത്തുണ്ടല്ലേ? ഇത് പാട്ടമാണോ അല്ലെങ്കിൽ കൃഷിയുടെ രീതിയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നാ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന്? കൃഷിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിത്തല്ല നമ്മൾ എടുക്കുന്നത്. ഈ തൈ വരുത്തിയിട്ട്, കാരണം ഇവിടെ കൊല്ലത്തുനിന്ന് തൈ വരുത്തിയിട്ടാണ്. വിത്ത് പാകിട്ടും പിടിക്കുന്നില്ല. അതിനെ പിന്നെ അങ്ങനെ ഞങ്ങള് 3 ആളും കൂടി ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ വാരം മാടിയൊക്കെ ഇട്ടിട്ട് പിന്നെ 5-6 പേരെ വേറെ നിർത്തി വാരമൊക്കെ മാടി. എന്നിട്ട് അതിൽ തൈ വളം ആദ്യം ഇട്ടിട്ട് പിന്നെ ഒരു കുഴിയിൽ വളം ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് നടന്നത്. സ്റ്റാർട്ട് ചെയ്ത് 2 മാസത്തോളം. 2 മാസം കൊണ്ടാണ് ഇത്ര ആയത്. 2 മാസം വേണ്ട ശരിക്കും. 40 ദിവസം അവർ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. കുറച്ച് നേരത്തെ കാരണം ഞങ്ങള് വളം അടിക്കടി വളം ചെയ്തിരുന്നു. 2-3 വളം. അത് സമയം നോക്കില്ലായിരുന്നു എന്നുള്ളൊരു ഇതിലുണ്ടായി. അപ്പൊ സമയം ഇതായി. സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അല്ലേ? അപ്പൊ വാർത്ത ന്യൂസിന്റെ ടീം ആരെങ്കിലൊക്കെ വന്നിരുന്നു? ന്യൂസ് 24 അവര് മാത്രം വേറെ ഒന്നും പരിചയപ്പെടുത്തിയില്ലായിരുന്നു? വേറെ ഒന്നും പരസ്യപ്പെടുത്തില്ലായിരുന്നു. കുറച്ചുകൂടെ ഇത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ഇത് കിട്ടിയാന്. ഞാൻ 24 അതിന് മുമ്പ് വേറെ മന്ത്രി വരുന്നതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഇവിടെ വന്നവരെല്ലാം ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. കട്ടൗട്ടർ ഉണ്ടാക്കാനാണ് ാണ് ഈ 2 കളറല്ലേ? ഈ 2 കളർ. ഇപ്പൊ നമ്മുടെ ആലുവ ഭാഗത്താണ് ഈ കാണുന്ന ആലുവ വയൽക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതെ, 3 ചേട്ടന്മാരുടെ അധ്വാനമാണ് ഈ കണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ കളഞ്ഞെടുത്ത
നല്ല ഇനം ജമന്തി പൂക്കൾ തന്നെ അത്തക്കളത്തിന് ഇടാനായിട്ട് എല്ലാവർക്കും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ പുള്ളിയുടെ ഒന്ന് പേരെന്ന് പറഞ്ഞു. എന്റെ പേര് പരിചയം, മറ്റേ പുള്ളിയുടെ ഒരാളുടെ പേര് പരിചയം. നിങ്ങൾ ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ? ഒരാളുടെ സുനിയർ, അവര് കുറച്ച് കിഴക്ക് വശത്താണ്. ചെറുപ്പം മുതലുള്ള സൗഹൃദമാണ് കൂടുതൽ. വേറെന്തൊക്കെ കൃഷിയുണ്ട്? വേറെ ഞങ്ങൾക്ക് വാഴ കൃഷി ഉണ്ട്, പിന്നെ പച്ചക്കറി കുക്കുമ്പർ പോലുള്ള കൃഷി അതെല്ലാം കഴിഞ്ഞു. ആ കച്ചവടം പോലെ ഇരിക്കും. ഈ പ്രാവശ്യം നല്ല കച്ചവടം ഉണ്ടാവട്ടെ.